ഇപ്പം ടൂർ പോണൊരു കാലമാണ് സ്കൂളിൽ നിന്നൊക്കെ. അവിടെ കുട്ടികൾ വരും, ഞാൻ ടൂർ പോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഓനും ഉണ്ടാവില്ലേ പൂതി എന്നൊക്കെ ചോദിച്ച് ഉമ്മ അപ്പാനെ സോപ്പടിക്കും. അങ്ങനെ 4000 5000 ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഓനും ടൂർ പോകും. ടൂറ് പോയി വരുമ്പോഴേക്ക് പോയ കുട്ടിയല്ല, വേറൊരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടാവും. കോമൺ ചെയ്ത് പറയല്ല, അങ്ങനെ പോയി അങ്ങനെ തന്നെ വന്നവരൊക്കെ ഉണ്ടാവും. എന്തായാലും കുറേ നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ടാവും. മദ്രസയിൽ ഉസ്താദന്മാരോടൊപ്പം സിയാറത്തിന് പോയതല്ല, ളുഹർ അസർ ജമ്മാക്കണം, അത് മസ്അലയും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെല്ലാ വക്തും നിസ്കരിപ്പിച്ച് കൊണ്ടുവരാൻ അതിൽ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർ കുറവായിരിക്കും. അങ്ങനെ കുറേ നിസ്കാരം ഖളാ ആക്കിയിട്ടുണ്ടാവും. അതൊരു വശത്ത്. ചില കുട്ടികൾ വരുമ്പോഴേക്ക് MDMA പോലെയുള്ള കഠിനമായ രാസമയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായിട്ടുണ്ടാകും. നല്ലോണം ശ്രദ്ധിക്കാനാണ് ഞാൻ പറയണത്. മൗലവിമാര് പോലും ഈയിടെ പത്രത്തിലൊക്കെ വന്നത് ഒരു പള്ളിയിൽ ഉസ്താദിനെ MDMA പിടിച്ചു എന്നാണ്. അയാൾക്കെതിരെ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും ചർച്ച വന്നിരുന്നു. എനിക്ക് തോന്നിയത് സഹതാപാണ്. MDMA കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നി. ഒരൊറ്റ പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റ് ആകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം. ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി. അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല, ടേസ്റ്റും ഇല്ല, സ്മെല്ലും ഇല്ല. എങ്ങനെ ഉള്ളിൽ കയറ്റാന്നർത്ഥം. 4 5 പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി വിരിച്ചെന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ടൊരു കളി വിറ്റങ്ങൾക്ക്. അതിൻ്റെ ഇടയിലൊന്നും കൂടെ ഒരതി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ യാദൃച്ഛികമായിട്ട് മൂക്ക് തട്ടിയെന്നേ കുട്ടി വിചാരിക്കുള്ളൂ. പക്ഷേ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് കുട്ടി വയലൻ്റ് ആവാൻ തുടങ്ങും, തല ചുമരിലിടിക്കും, ഭ്രാന്ത് പോലെ കാണും. ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും. കൃത്യമാ നേരം നോക്കി ആദ്യം തേച്ചെടുത്തവൻ വിളിക്കും, ഒന്ന് പുറത്തു പോകല്ലേന്ന് വെച്ചിട്ട്. പുറത്തു പോകണം, എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയാൻ. അതിന് മാർഗമുണ്ടെന്നും പറഞ്ഞ് ഒരു വട്ടം കൂടിയും കൊടുക്കും. 2 3 ദിവസം സൗജന്യമായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനം ഇല്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക്, ആടിക്കൊണ്ടിരിക്കും. മാരകമായ മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ ദ്വേർന്നിട്ട് വല്യമ്മ ദ്വേർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ, ഓൻ്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദ്വേർക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാൾ ദ്വേർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നുകൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല നിലവിൽ. എന്നെ ഖത്തർക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാപ്പ, ഒന്ന് വരണ ഒരു 5 ദിവസത്തിനൊന്നും പറഞ്ഞുണ്ട്. എന്താ സംഗതി? മൂപ്പരുടെ 2 മക്കൾ അവിടുന്ന് MDMA അഡിക്റ്റുകളായി. ഇത്രേ മായതല്ലാ, 2 മക്കൾ എന്ന് വെച്ചാൽ അയാൾക്ക് 2 മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ്, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ട്. കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയതുകൊണ്ടോ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത്? ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വിലയാണ്. അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ 4 ദിവസം അവിടെ പോറ്റാനുള്ള ചോറിൻ്റെയും കഞ്ഞിൻ്റെയും ചിലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുക. ഈടെ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു, നിങ്ങൾ ചെല്ലാത്തോണ്ടല്ലേ CID പൊക്കി നല്ല ഇടിയിട്ടീന്ന്. ഞാൻ പറഞ്ഞു അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക്, എനിക്കെന്തായാലും അപ്പണി പറ്റൂലല്ലോ അവിടെ വന്നിട്ട്. താമരശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു, മൂപ്പര ജ്യേഷ്ഠൻ്റെ മോൻ ഭയങ്കരമായി MDMA അഡിക്റ്റായി, ഒന്ന് വന്നിട്ട് വയലറിന് കൊടുക്കണം, ദയവ് ഇത് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അവനതൊന്നും കേൾക്കൂല, ഉൾക്കൊള്ളൂല്ല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഒരു 4 5 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുണ്ട് എന്നെ വിളിക്കണ്, ഇപ്പോൾ നല്ല ഉഷാറായിക്കണ്. എന്തേന്ന് ചോദിച്ചു. ഞങ്ങൾ അവനെ വീട്ടിലിട്ട് അടച്ചു, പുറത്തേക്ക് വിടൂല. ഒരു 1.5 ആഴ്ച കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയണതൊക്കെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനിയൊന്ന് വരണം എന്ന് വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു, ഓൻ ശരിക്കും MDMA ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. അത് 24 മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവന് വയലൻ്റ് ആവാറുണ്ടോ? ശരിക്കും ഉണ്ട്. ഓൻ കത്തിയെടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട്. ഇപ്പം നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് 1.5 ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പറയണൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നല്ല കുട്ടി, ഓ എപ്പോഴും നിരന്തരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്. അപ്പം അയാൾ എന്നോട് ചൂടാകാൻ ശ്രമിച്ചു, വെറുതെ തോന്നിയാസം പറയണമെന്നുള്ള നിലക്ക്. ഞാൻ പറഞ്ഞു തോന്നിയാസം പറയല്ല, അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോ എന്ന് ചോദിച്ചു.
അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ട്. എന്നാലേ അവരൊന്ന് വീക്ഷിച്ചാൽ മതി എന്താ അപ്പം സൈലൻ്റ് ആയതെന്ന് മനസ്സിലാവുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നുണ്ടോ, അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട്. അവൻ എന്നും വരും, എല്ലാ ദിവസവും അവൻ MDMA കൊടുക്കും, അങ്ങനെ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്നും പറഞ്ഞു. ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ഇതിലൊരു തർക്കമില്ല കേട്ടോ. സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും, വിവിധ പരിപാടികൾ നടക്കും, സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും. ഗാനമേളൊക്കെ വിജയിച്ചു എന്ന് തീരുമാനമാവണമെന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം, കസാര കൊണ്ട് ഏറ് നടക്കണം, എന്നെങ്കിലേ ഗാനമേളൊക്കെ ഒന്നിട്ട് നടന്നു എന്ന് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഗാനമേളക്ക് ഒരു മായന ഉണ്ടാവില്ല. ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളാവും. നമ്മുടെ ജില്ലയിലാണ് 8 യൂണിഫോമുമായിട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. യൂണിഫോമിൻ്റെ കച്ചവടമല്ല, ഓരോ സ്കൂളിലേക്കും പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ഇടുവാൻ, എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും. അടുത്ത സ്കൂളിൽ ചെല്ലും, അവിടുത്തെ യൂണിഫോം ഇടും, അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും. അധ്യാപകർക്ക് പരിമിതിയുണ്ട്, മദ്രസ ഉസ്താദുമാർക്ക് വലിയ പരിമിതിയുണ്ട്. കുട്ടികളെ രൂക്ഷമായി 10-12 സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ ഒപ്പപ്പെടും. ഏതെങ്കിലും ഒരു കുട്ടി 1098 ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ ചിലപ്പോൾ 60 കൊല്ലത്തിന് ജയിലിലാകും. 60 കൊല്ലോ 120 കൊല്ലോ ജയിലിലാവണതല്ല പ്രശ്നം. പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും? മോനെ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും. അത് മാനസിക പീഡനമാണ്. പക്ഷെ പുറത്തു വരെ പീഡനം എന്നായിരിക്കും. അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും. കഴിഞ്ഞ റമദാനിലാണ് 3 വയസ്സായ മദ്രസ ഉസ്താദുമാർ അറസ്റ്റിലായത്. അതിലൊന്ന് സയ്യിദ് കൂടെയായിരുന്നു. പീഡനം എന്ന് പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു. ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു, എത്രയാൾ തോന്നിവാസം പറഞ്ഞു. വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാൾ കമൻ്റ് ചെയ്തു. സംഭവിച്ചെന്തായിരുന്നു? ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദുമാരിങ്ങളൊന്നും കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഉസ്താദ് നുള്ളിയിട്ടുണ്ട്, ഒരു ഉസ്താദ് തല്ലിയിട്ടുണ്ട്, ഒരു ഉസ്താദ് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട്. ഇതാണ് ഈ പീഡനം. ശരിക്കും വേണ്ടത് അവളത് ഹെഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവൾ അതല്ല ചെയ്തത്. അവളുടെ ഭർത്താവാകുന്ന മൗലവിക്ക് വിളിച്ചു. മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു. പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ അറിയണത് ഒരു പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന്. അവരറിയണത് പോലും, അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴായിരിക്കും. വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതിയൊക്കെ ചെയ്യണത്. ഉസ്താദന്മാരെല്ലാവരും ഒരു പരിധി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ. പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നിയമമൊന്നും ഇല്ലാത്തത് കൊണ്ടും പോഷൻ തീർത്തങ്ങനെ പോയാൽ കൃത്യമായി ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖ്ലാസ് ഉണ്ടാവില്ല. അവരുടെ മാത്രം കുറ്റമല്ല അത്. കാരണം ഇഖ്ലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും, ജയിലിലാകും. ഇനി ഇത് അടുത്ത ജൂൺ 1-ാം തീയതി മുതൽ 9-ാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. ആണും പെണ്ണും തമ്മിലൊരു വ്യത്യാസമില്ലാന്ന് നിയമം എപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ മദ്രസയിലും സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലമഷിയിൽ ടീച്ചർ ആണുങ്ങളെ പേരൊക്കെ ഇടും ആചാർ ബുക്കിൽ, പിന്നെ ചോന്ന മഷിയിൽ പെണ്ണുങ്ങളെ പേര് എഴുതും. ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും. ആൽഫാബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതണം. അപ്പൊ ആതിര 1-ാമത് വരും, അഹമ്മദ് 2-ാമത് വരും, ബുഷറ 3-ാമത് വരും, കൂര്യൻ 4-ാമത് വരും. അങ്ങനെ കൃത്യമായിട്ട് ABCD അനുസരിച്ച് അങ്ങനെ എഴുതണം. ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള പരിപാടിയില്ല. ഇരിക്കേണ്ടത് പോലും മിങ്കിളായിട്ടാണ്. പക്ഷെ നമ്മളൊക്കെ ഇടക്കിടക്ക് ബഹളം വെക്കണോണ്ടും അതിനോത്രട് സമൂഹം പാകപ്പെടാത്തതുകൊണ്ടും തൽക്കാലം ഒരു അതിൽ നിർബന്ധം പിടിക്കണില്ല. ആണാണോ പെണ്ണാണോ എന്ന് 17-18 വയസ്സായിട്ട് കുട്ടി തീരുമാനിക്കാൻ പറ്റൂല. തീരുമാനിക്കാൻ പറ്റൂല. MBBS കഴിഞ്ഞിട്ട് MD കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റായി വന്ന ഒരു ഡോക്ടർ ലേബർ റൂമിന്റെ വാതിലും തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, എവിടെ ഫാത്തിമാന്റെ ആളുകൾ? ഓടി ചെല്ലും, ഭർത്താവും വാപ്പി എല്ലാവരും കൂടി. എന്തേന്ന് ചോദിച്ചിട്ട്, കുഴപ്പമൊന്നുമില്ല, ഫാത്തിമ പ്രസവിച്ചിട്ടുണ്ട്, സുഖപ്രസവമാണ്, പെൺകുട്ടി എന്ന് പറയും. എങ്ങനെയാണ് ഈ ഡോക്ടർക്ക് ഇത് പെൺകുട്ടിയെന്ന് മനസ്സിലായത്?
എൻ്റെ മുമ്പിലുള്ള കാരണവന്മാർക്ക് വയസ്സായവന്മാരൊക്കെ ഉണ്ടാവും, എത്തപ്പത് മനസ്സിലാകാൻ അത്ര വലിയ പണിയെന്ന് വിചാരിക്കണവര്. ഇനി അങ്ങനെ മനസ്സിലാകാൻ പാടില്ല എന്നാണ്. മൂത്രമൊഴിക്കണ ഓർഗം കണ്ടിട്ട് ഇനി ആണാ പെണ്ണാ തീരുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് സെക്സേ തീരുമാനമാവുള്ളൂ, ജെൻഡർ തീരുമാനിക്കാൻ പറ്റൂല. ഏത് ലിംഗം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല. പുരുഷനാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല. അതിനി എന്ത് വേണം? കുട്ടികൾ ചിന്തിച്ച് പക്വതൊക്കെ ആയിട്ട് ഓരോരുത്തർ തീരുമാനിക്കണം. അപ്പോഴേക്ക് താടിയൊക്കെ ഒന്നുണ്ടാവും, മീശൊക്കെ ഒന്നുണ്ടാവും, എന്നാലും ആ കുട്ടിക്ക് തീരുമാനിക്കാം അവൻ പെണ്ണാണ് എന്ന്. അല്ലെങ്കിൽ ആണാണ് എന്ന് പെണ്ണായിട്ട് വളർന്നൊരു കുട്ടിക്ക് തീരുമാനിക്കാം. ഡ്രസ് കോഡിൽ വ്യത്യാസം പാടില്ല. രണ്ടുപേർക്കും ട്രൗസർ ഇടാം, രണ്ടുപേർക്കും ഒരേ പാൻസ് ഇടാം. ബാലുശ്ശേരി സ്കൂളിലൊക്കെ നടത്താൻ തുടങ്ങിയത് അതായിരുന്നു, യൂണിഫോം ഈക്വാലിറ്റി. രണ്ടാളും പാൻറ് ഇടുക, രണ്ടാളും കുപ്പായ ഇടുക. അപ്പോഴും ഈ പെൺകുട്ടികളെ പറ്റിക്കാണ്. ആണുങ്ങളുടേതായി അറിയപ്പെട്ട ആ ഒരു ഡ്രസ്സിലേക്ക് അവരെ ഇടിച്ച് കയറ്റുകയാണ്, അവരെ തോൽപ്പിക്കുകയാണ്. എന്തുകൊണ്ട് ചുരിദാറും അതിൻ്റെ സഹായം ഇടുന്ന സാധനവും ആണുങ്ങൾക്കും കൂടെ നിർബന്ധമായിക്കൂടായിരുന്നു? എന്നാലും ഈക്വലാവുമല്ലോ. എന്തുകൊണ്ട് ആൺകുട്ടികളും ഇനി മുതൽ പാവാടയും ജമ്പറൊക്കെ ഇടണമെന്ന് പറഞ്ഞു? അപ്പോഴും ഈക്വലാവുമല്ലോ. ഈ പെൺകുട്ടികളെ പിന്നെയും പറ്റിക്കുകയാണ്, ആണുങ്ങളുടെ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിർബന്ധിപ്പിച്ചാക്കാണ്. അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി 4/24 ഒരു ട്വീറ്റ് ചെയ്തു. അവരെഴുതുകയാണ്, കേരളത്തിലെ ചെറുപ്പക്കാര് ഈ എട്രോനോർമാറ്റീവ് എന്ന് പറയുന്ന ജീവിത രീതി, ഒന്ന് ചാണായി വന്ന് ആണായി വളർന്ന് പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന ഈ ഒരു ജീവിത രീതി കൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അവരതിൽ നിന്ന് മാറ്റിയിട്ട് ക്യൂർ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ പടിയാണിത് എന്ന് വിസ്തരിച്ച് പറയേണ്ടതാണ്. എനിക്ക് സമയത്തിന് പരിമിതിയുണ്ട്. എന്ന് വെച്ചാൽ ആണായിട്ടും പെണ്ണായിട്ടും വളരുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട്. കാരണം കല്യാണം കഴിക്കണം, പിന്നെ കുട്ടികളെ നോക്കണം, രോഗം വന്നാൽ ചികിത്സിക്കണം, ചെലവുണ്ടാക്കണം, വീടുണ്ടാക്കണം, അങ്ങനെ കുറേ പരിപാടിയില്ലേ. അത് വിചാരിച്ച് വിഷമിച്ച് നിൽക്കണ കേരളത്തിലെ യുവ സമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് തോന്നിയാസ ജീവിതം, ക്യൂർ എന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. വിചിത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇത് എന്നും പറഞ്ഞിട്ടാണ് യൂണിഫോം ഈക്വാലിറ്റി നടത്തിയത്. അപ്പൊ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആണാ പെണ്ണാ തീരുമാനിക്കാൻ പറ്റൂല. അത് നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ വാതിൽ തുറന്നിട്ട് പറയും, എവിടെ ഫാത്തിമാന്റെ ആളുകൾ എന്ന് ചോദിക്കും. അപ്പൊ ഓടിച്ചെല്ലണ സമയത്ത് ഫാത്തിമ പ്രസവിച്ചു വിട്ടോ എന്ന് പറയും. ഏതാ കുട്ടി അറിയുമ്പോ ഷട്ടപ്പ് എന്നറിയും, ഡോക്ടർ മുണ്ടരുത് അറിയും. ഏതാ കുട്ടി? മുണ്ടരുത്. ഇനി എപ്പോഴാ അത് ആണും പെണ്ണും തിരിയാന്നറിയ നിങ്ങള്? കുട്ടിക്ക് പ്രായമൊക്കെ ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓള് തീരുമാനിക്കണം. അതുവരെ ഈ സാധനം ആണാ പെണ്ണാ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം. ഫസ്റ്റുക്കും സെക്കൻഡുക്കും റിവേഴ്സുക്കും ഒന്നും ഇടരുത്. ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ 1 മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ 9ാം ക്ലാസ്സിൽ. പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല, കരുതിയത് നടപ്പിലാക്കും. താന്തോന്നികളായൊരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും.